എസ് മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അവിടെ SDPI ഇന്നലെ വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്തു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള ഒരു തീരുമാനം. പക്ഷേ ആ തീരുമാനമെടുത്തതിന് പിന്നാലെയും SDPIക്ക് അകത്ത കാര്യങ്ങളിൽ സമാധാനമായിട്ടില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിന് പിന്നാലെ SDPIയിൽ ഉണ്ടായ തർക്കം തീരുന്നേയില്ല. സ്ഥാനാർത്ഥി അഷ്റഫ് ബഡാജിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അഷ്റഫ് ബഡാജിയെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർ പാർട്ടി തീരുമാനത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം മഞ്ചേശ്വരത്ത് ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. BJPയെ പരാജയപ്പെടുത്താൻ UDFനെ പിന്തുണയ്ക്കണമെന്നാണ് പാർട്ടിയിൽ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. കാസർഗോഡേക്ക് പോകാം. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, അങ്ങനെ അഷ്റഫ് ബഡാജി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. പക്ഷേ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ്, പ്രതിഷേധമില്ല എന്ന് മീഡിയ വണ്ണോട് പറഞ്ഞെങ്കിലും ജില്ലാ ഭാരവാഹിത്വം അടക്കം രാജിവെച്ചുകൊണ്ട് ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അനുനയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊരു തീരുമാനമായിട്ടില്ല എന്നറിയുന്നു. SDPI ആരെ പിന്തുണയ്ക്കണം എന്ന കാര്യത്തിലും തർക്കവും ഭിന്നതയും ഒക്കെ തുടരുകയാണോ? SDPI സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ SDPI മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ആരെയാണ് പിന്തുണക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചത്. SDPI ഈ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ആരെ പിന്തുണക്കണം എന്ന കാര്യം ചർച്ച ചെയ്ത് ആയിരിക്കും തീരുമാനിക്കുക. ആ സമയത്ത് മഞ്ചേശ്വരത്ത് ആരെ പിന്തുണക്കും എന്ന കാര്യം പറയും എന്നതാണ് സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. പല സ്വഭാവത്തിൽ SDPIയെ സംബന്ധിച്ചിടത്തോളം UDFന് മാത്രമല്ല LDFിൽ അടക്കം പിന്തുണക്കണം എന്നൊരു അഭിപ്രായം പല മണ്ഡലങ്ങളിലുമുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ജയസാധ്യത പരിഗണിച്ച് SDPIയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് പല കോണിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. പല സംഘടനകൾ, മതസംഘടനകളും സാമൂഹിക പ്രസ്ഥാനങ്ങളും വിവിധ പ്രമുഖ വ്യക്തികളുമൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നത് എന്ന് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അഷ്റഫ് ബഡാജെ കളക്ടറേറ്റിലെത്തി തൻ്റെ പത്രിക പിൻവലിച്ചത്. പത്രിക പിൻവലിക്കുമ്പോൾ തൻ്റെ ഇതിലുള്ള നിലപാട് SDPIയെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കണം, മത്സരിക്കുന്നതിലൂടെ SDPIക്ക് മണ്ഡലത്തിൽ വലിയ വളർച്ചയുണ്ടാക്കാൻ കഴിയും, SDPI പത്രിക പിൻവലിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യും എന്നൊരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകരുടെ കൂടി വികാരം പരിഗണിച്ച് ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് രാജിവെച്ചിരുന്നത്. ഇപ്പോൾ അഷ്റഫ് ബഡാജയുടെ ഒപ്പമുള്ള പ്രവർത്തകരുണ്ട്, അവരും മത്സരിക്കണമായിരുന്നു എന്ന നിലപാട് തുടരുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം അവിടെ UDFനെ പിന്തുണക്കുന്നതാണ്. UDFനെ പിന്തുണക്കുന്നതിനോട് ആ പ്രവർത്തകർ യോജിക്കുന്നില്ല. പക്ഷേ BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പത്രിക പിൻവലിച്ചപ്പോൾ അവിടെ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി UDF ആണ്. UDFനെ തന്നെ പിന്തുണക്കണം എന്നത് തന്നെയാണ് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള വലിയൊരു വിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. അതടക്കം പരിശോധിച്ചതിന് ശേഷം മഞ്ചേശ്വരത്തെ സാഹചര്യം വിലയിരുത്തിയാവും ഒരുപക്ഷെ SDPI ആരെ പിന്തുണക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ. മഹാഭൂരിഭാഗം പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും UDFനെ തന്നെ പിന്തുണക്കണം എന്ന അഭിപ്രായത്തിൽ ഏതായാലും UDFനെ പിന്തുണയ്ക്കണം എന്നുള്ള അഭിപ്രായത്തിനാണ് SDPIക്ക് അകത്ത മുൻതൂക്കം. അപ്പോൾ ഇത് തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് നിർണായകമാണ്. അതിനൊപ്പം തന്നെ അഷ്റഫ് ബഡാജിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്.